പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 223 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ആന്റണി സക്രിയയ്ക്ക് ശേഷം ഈ ആഴ്ച നമുക്ക് ഏവർക്കും സുപരിചിതയായ വിശുദ്ധ മരിയ ഗുരേത്തിയെക്കുറിച്ചാണ്. 1890 ഇറ്റലിയിലെ കൊറിനാൾഡിയയിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് വിശുദ്ധ മരിയ ഗുരേത്തി ജനിച്ചത്. വീട്ടുജോലികളിൽ മാതാവിനെ സഹായിച്ചുകൊണ്ടുള്ള വളരെ ദുരിതപൂർണമായൊരു ബാല്യമായിരുന്നു വിശുദ്ധയുടേത്. അതേസമയം പ്രാർത്ഥന നിറഞ്ഞ വളരെ ഭക്തിപൂർവമായൊരു ജീവിതമായിരുന്നു മരിയയുടേത്. മരിയയ്ക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം കഠിനമായ പരീക്ഷയെ നേരിടേണ്ടി വന്ന കാര്യം ഓരോ ക്രൈസ്തവനും സുപരിചിതമാണ്. 1902 തന്റെ വിശുദ്ധിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ധീരമായി ചെറുത്തുനിന്ന മരിയയെ അലക്സാൻഡ്രോ സെറനെല്ലിയ എന്നയാൾ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഐതിഹാസിക കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിരവധി അഗ്നിപരീക്ഷകളും നിർഭാഗ്യങ്ങളും നേരിടേണ്ടി വന്നിട്ടും നിന്റെ മഹത്വം എന്നിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ഭയപ്പെടേണ്ടതായി വന്നിട്ടില്ല. അതാണ് എന്റെ ശക്തി. ഏതൊരു കഷ്ടതയെക്കാളും ശക്തമായത് അതെന്നെ സഹായിക്കുകയും എന്നെ നയിക്കുകയും ചെയ്യുന്നു. മരണനേരത്ത് ഈ വാക്കുകൾ അവൾ തന്റെ രക്ഷകനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അസാധാരണമായ ധൈര്യത്തോടുകൂടി അവൾ തന്നെ ദൈവത്തിനും അവന്റെ മഹത്വത്തിനുമായി സമർപ്പിക്കുകയും തന്റെ കന്യകാത്വം സംരക്ഷിക്കുവാനായി തന്റെ ജീവൻ ബലികഴിക്കുകയും ചെയ്തു. ജാതിമത ഭേദമെന്നെ ആദരവോടും ബഹുമാനത്തോടും നോക്കുവാൻ കഴിയുന്ന ഒരു ജീവിതമാണ് അവളുടെ ജീവിതം. മാതാപിതാക്കൾ ദൈവം തങ്ങൾക്ക് നൽകിയ കുട്ടികളെ എപ്രകാരം നന്മയിലും ധൈര്യത്തിലും വിശുദ്ധിയിലും വളർത്തുവാൻ കഴിയുമെന്ന് മരിയയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പരാജിതരാകാതെ അവയെ നേരിടുവാൻ മരിയ ഗുരേത്തിയുടെ ജീവിതം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അലസരും അശ്രദ്ധരുമായ കുട്ടികൾക്കും യുവാക്കൾക്കും ലൗകിക ജീവിതത്തോട് താല്പര്യം തോന്നിയാൽ വെറും ക്ഷണികവും ശൂന്യവും പാപകരവുമായ ലോകത്തിന്റെ ആനന്ദങ്ങളിൽ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ട മാതൃക മരിയയുടെ ജീവിതാനുഭവത്തിൽ നിന്നും ലഭിക്കും. അപ്രകാരം എത്രമാത്രം ബുദ്ധിമുട്ടേറിയതാണെങ്കിൽ പോലും ക്രിസ്തീയ ധാർമ്മികതയിൽ തങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കാൻ അവർക്ക് സാധിക്കും. മരിയ ഗുരേത്തിയെ പോലെ ഉറച്ച തീരുമാനവും ദൈവത്തിന്റെ സഹായവും ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യം നേടുവാൻ സാധിക്കും. അതിനാൽ കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ മരിയ ഗുരേത്തി നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ചുള്ള ജീവിത വിശുദ്ധിക്കായി നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടത് ശരീരം, വസ്ത്രം, ചിന്തകൾ. നിയന്ത്രിക്കേണ്ടത് നാവ്, വികാരം, മുൻകോപം. മറക്കാതിരിക്കേണ്ടത് മരണം, ലഭിച്ച സഹായങ്ങൾ, ഉപദേശങ്ങൾ. നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് ആരോഗ്യം, അവസരം, ബന്ധങ്ങൾ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്നത് മാതാപിതാക്കൾ, സമയം, യൗവനം. ഏവർക്കും നന്ദി.